أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. فقال نبينا وحبيبنا محمد صلى الله عليه وسلم: لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع حتى لو سلكوا حجر لب سلكتموه. قلنا يا رسول الله اليهود والنصارى قال فمن. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ജുമുഅ ദിവസത്തിലെ സംഗമത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഇതിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്നേവരെ സംഭവിച്ചു പോയി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നാഥനായ റബ്ബ് അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും കാരുണ്യവാനായ റബ്ബിനെ വഴിപ്പെട്ട് താഴത്ത് ചെയ്ത് തഖ്വ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നാമുമായി വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരുടെയും വേണ്ടപ്പെട്ടവരായി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ കബറാളികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ആഫിയത്തും നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ പള്ളിയിലെത്തി ജുമുഅയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവ് കയറി വരുമ്പോൾ എന്തോ അസ്വസ്ഥത ബാധിച്ച പള്ളിയുടെ താഴെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയെ അള്ളാഹു പരിപൂർണാർത്ഥത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ. കൂടുതൽ ഉന്മേഷതനായി പള്ളിയിലേക്ക് മടങ്ങിയെത്താൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ദീനീ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, എല്ലാ ജുമുഅ ദിവസങ്ങളിലും സുന്നത്തായ നിലയിൽ ശാഫിഈ മുസല്ലകളിലെല്ലാം ഓതി കേൾക്കാറുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ അനുഗ്രഹീതമായ സൂറത്തുൽ അഅലയുടെ അവസാന ഭാഗമാണ് നാം ആമുഖമായി ഓതിയത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അനുഗ്രഹീതമായ സൂറത്തിലൂടെ പര്യവസാനത്തിലെ ഈ ദിവ്യ സൂക്തങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പഠിപ്പിക്കുന്നത് അതിപ്രധാനമായ ജീവിതത്തിൻ്റെ പരമമായി ലക്ഷ്യമാക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഒരു ഊന്നലാണ്. അള്ളാഹുവിൻ്റെ വചനം ഖദ് അഫ്ലഹ മൻ തസക്ക. വിജയിച്ചവൻ ആരാണ് എന്ന ചോദ്യത്തിന് പരിശുദ്ധി കൈവരിച്ചവനാണ് വിജയിച്ചവൻ. പരിശുദ്ധി എന്നത് ആന്തരികവും ബാഹ്യവും ശാരീരികവും മാനസികവും സാമ്പത്തികവും സാംസ്കാരികവും ഒക്കെയായ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധിയാണ് വിജയത്തിൻ്റെ നിദാനം എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ അടിവരയിട്ടുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. പരിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു പറയുന്നത് വദകറ സ്മ റബ്ബിഹി ഫസല്ല. അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്ന, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, അവനെ വാഴ്ത്തിക്കൊണ്ട് ജീവിക്കുന്നവർ ആരാണോ അവരാണ് പരിശുദ്ധി കൈവരിച്ചവരും രക്ഷ പ്രാപിച്ചവരുമായ ആളുകൾ അവരാണെന്ന് പറയുന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സദാസമയവും പടച്ചറപ്പിനെ ഓർക്കുന്നൊരു വിശ്വാസിക്ക് പടച്ചവന് എതിരായി നമുക്കൊക്കെ അറിയാം, നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളെയാണ് നാം ഏറ്റവും കൂടുതൽ ഓർക്കാറുള്ളത്. ആരെക്കുറിച്ച് പറഞ്ഞാലും എപ്പോഴും ഓർമ്മ ആരെക്കുറിച്ചാണോ അവരെക്കുറിച്ചായിരിക്കും നമ്മുടെ സംസാരങ്ങളിൽ അധികവും പ്രതിഫലിച്ചു വരിക. അത്രമാത്രം മനസ്സിൻ്റെ സ്വാധീനമായി മാറുന്ന പ്രേമഭാജനത്തിന് എതിരിൽ
അവർക്ക് വിഷമമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും തൻ്റെ സഹായത്തിലൂടെ ഉണ്ടാകാൻ പാടില്ല എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയായിരിക്കും. നാം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് മോശപ്പെടുത്തപ്പെടുന്നത്, അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്, എന്തെങ്കിലും മോശമുണ്ടാകുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സ്മരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നു, അവരാണ് പരിശുദ്ധി കൈവരിച്ചവർ, അവരാണ് വിജയിക്കുകയും ചെയ്യുന്നവർ. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എല്ലാ ജുമുഅ ദിവസങ്ങളിലും നമ്മൾ ഓതി കേൾപ്പിക്കപ്പെടുന്നു, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. വിജയിച്ചവർ, പരിശുദ്ധി നേടിയവരാണ്, അള്ളാഹുവിൻ്റെ സ്മരണയെ നിലനിർത്തിയവർ, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നവർ. ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, എന്നാൽ പരിശുദ്ധി കൈവരിച്ചവരാണ് വിജയിക്കുന്നവരെങ്കിൽ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഐഹിക സുഖങ്ങൾക്കാണ്, ഭൗതിക ജീവിത സുഖങ്ങൾക്കാണ് നിങ്ങൾ മുൻഗണന കൊടുത്തിട്ടുള്ളത്. അതിനാണ് അള്ളാഹുവിനെ വാഴ്ത്തുന്നവൻ, പടച്ച റബ്ബിനെ സ്മരിക്കുന്നവൻ, അവനാണ് വിജയ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു ബൽ തുസിറൂന. അറബി ഭാഷാ പ്രയോഗത്തിൽ ബൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് നേരെ എതിരായി വരുന്ന, അതിന് തടസ്സമായി വരുന്ന കാര്യമാണ് ശേഷം പറയുന്നതെങ്കിൽ അവിടെയാണ് ബൽ എന്ന പദം ഉപയോഗിക്കുക. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. എന്നാലോ അള്ളാഹുവിനെ സ്മരിക്കലും അവൻ്റെ നാമം വാഴ്ത്തലും അവനെ സദാസമയവും സുജൂദ് ചെയ്യുക എന്നവരാണ് വിജയിച്ചതെങ്കിൽ അതിന് നേരെ വിപരീതമായി തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിനാണ് മുൻഗണന കൊടുക്കുക. ദുനിയാവെന്ന് പറഞ്ഞാൽ മാസിവല്ല, അള്ളാഹു അല്ലാത്ത സർവ്വചരാചരങ്ങളും ചേർന്നതാണ് ദുനിയാവ്. അതിൽ ഈ ലോകത്ത് വന്ന സർവമാന സൃഷ്ടിചരാചരങ്ങളുമുണ്ട്, അവയുടെ ജീവിതങ്ങളുണ്ട്, അവയ്ക്ക് വേണ്ടി നൽകപ്പെട്ട സുഖ ആഡംബരങ്ങളുണ്ട്, സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ചേർന്നതാണ് ദുനിയാവ്. ആ ദുനിയാവിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആനും ഹദീസും ദുനിയാവെന്ന പദം ഭൂരിഭാഗവും ഉപയോഗിച്ചിട്ടുള്ളത് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ലൗകിക സുഖലോലുപതയിൽ ലയിച്ചു പോകുന്ന മനുഷ്യനെ കുറിച്ചാണ് ദുനിയാവ് ചേർത്ത് പറഞ്ഞ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. എന്നാൽ നിങ്ങൾ ദുനിയാവിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. അറിയണേ, ദുനിയാവിന് മുൻഗണന കൊടുത്തവരാണെങ്കിൽ അറിയണേ, ദുനിയാവ് ശാശ്വതമല്ല. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ആഖിറമാണ്. ദുനിയാവ് ഒരു നാളിൽ അവസാനിക്കും. ദുനിയാവ് നിങ്ങളെ വിട്ടുപിരിയും, നിങ്ങൾ ദുനിയാവിനെ വിട്ടുപിരിയും. നിങ്ങൾ പിന്നീടെത്തുന്നത് അനന്തവിശാലമായ പരലോക ജീവിതത്തിലാണ്. ഒരിക്കലും അവസാനിക്കാത്ത ബർസഖിയായ ജീവിതത്തിലാണ് എത്തുക. ആ ജീവിതം മുതൽ തുടങ്ങുന്ന ആഖിറം, ആ ആഖിറമാണ് ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും ശ്രേഷ്ഠമായത്, മുൻഗണന കൊടുക്കപ്പെടാവുന്നത്, മുൻതൂക്കം കൊടുത്ത് പരിഗണിക്കപ്പെടാവുന്നത് എന്നു മാത്രമല്ല എക്കാലവും അവസാനിക്കാതെ നിലനിൽക്കുന്നതും ആഖിറമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അമാനുഷികതയുടെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ അവതരണം, അതിൻ്റെ വിഷയങ്ങളുടെ പരാമർശങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയങ്ങളുടെ സൂചനകൾ അത്ഭുതമാണ്. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യമാണോ എന്ന് തോന്നിപ്പോകും. ആദ്യമായി ഖുർആൻ പഠിക്കാൻ വരുന്ന ഒരാൾ, അധികമാരായനും പരിചയമില്ലാത്ത ഒരാൾ എന്താ ഒരു കാര്യം പറഞ്ഞിട്ട് കടലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്ന് ആകാശത്തിലേക്ക് പോവുകയാ, അവിടെ നിന്ന് മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവിടെ നിന്ന് ജീവജാലങ്ങളെ കുറിച്ച് പറയാണ്. ഇങ്ങനെ പരസ്പരം വലിയ ബന്ധമില്ലാതെ ഒരു മേഖലയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ച് പൂർത്തിയാക്കാതെ അവിടെ നിന്ന് ചാടി മറ്റൊരു ദിശയിലേക്ക് പോകുന്നത് പോലെ ചിലർക്ക് പറഞ്ഞു പോയേക്കാം. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഒരു വിഷയം പൂർണ്ണമായി പറയാൻ സമയം ചിലവഴിച്ചിട്ടില്ല. പിന്നെയോ ആ പറയപ്പെട്ട വിഷയത്തിന്റെ വിശദീകരണം എന്താണ് ഇതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചത്? അത് പഠിപ്പിച്ചു തരാനാണ്, അത് വിവരിച്ചു തരാനാണ് ആ വേദഗ്രന്ഥത്തിന്റെ പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചത്. വലിയ ബന്ധം തോന്നാത്ത 3 വിഷയങ്ങളാണ് അല്ലാഹു ഇവിടെ പറയാ. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ.
ഈ രണ്ടായത്തുകൾ മാത്രം പറഞ്ഞാൽ ഇത് പടച്ച റബ്ബിന്റെ ആഖിറവുമായി ബന്ധപ്പെട്ട ആത്മീയതയുടെ ലോകത്ത് മാത്രം ചുറ്റിത്തിരിയുന്നൊരു വിഷയമായിട്ട് നമുക്ക് തോന്നും. തൊട്ടടുത്തത് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, എന്നാൽ നിങ്ങൾ ദുനിയാവിന് മുൻതൂക്കം കൊടുക്കുന്നു, ആഖിറമാണ് ശാശ്വതമായിട്ടുള്ളത്. ഒരു വലിയ ഗുണപാഠവും ഒരു ഉത്ബോധനവുമാണ് ഇത്. കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന വിഷയം ഈ പറയപ്പെടുന്ന ചർച്ചകളുമായി പ്രത്യക്ഷത്തിൽ വലിയ ബന്ധം തോന്നാത്ത വിഷയമാ. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസാ. സുബ്ഹാനല്ലാഹ്, പടച്ചറബിന്റെ അതിമനോഹരമായ ഒരു വിഷയത്തിന്റെ ചർച്ചയാണ്. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ, ഇത് മുൻപ് വന്ന ആദ്യ വേദങ്ങളിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുൻപ് കഴിഞ്ഞു പോയ വേദങ്ങളിൽ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുൻപ് കഴിഞ്ഞു പോയ വേദങ്ങൾ 4 എണ്ണമുണ്ട്, ഏടുകൾ 100 ചില്ലുവാനമുണ്ട്. ഈ വേദങ്ങളെ പരാമർശിച്ചിട്ട് അള്ളാഹു 2 പ്രവാചകന്മാരെ എടുത്തു പറയുന്നു. സുഹുഫി ഇബ്രാഹീമ വ മൂസാ. 4 വേദങ്ങളുണ്ട്: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഫുർഖാൻ. ഇതിലിടയിൽ മറ്റൊരു വേദത്തിന്റെ പ്രവാചകൻ ഇവിടെ പറയുന്നില്ല. സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതിനിടയിൽ അവതരിച്ച കുറെ ഏടുകൾ പല നബിമാർക്ക് അവതരിച്ചു, ഇതും പറയുന്നില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇവിടെ എടുത്തു പറയാണ് 2 പേര്. സുഹുഫി ഇബ്രാഹീമ വ മൂസാ, മൂസാ നബിക്ക് അവതരിച്ച ഏട്, ഇബ്രാഹിം നബിക്ക് അവതരിച്ച ഏട്. ഈ മുൻകഴിഞ്ഞു പോയ ഏടുകളിലും ഇത് തന്നെയാണ് നാം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? മുഫസ്സിറുകൾ പറയുകയാണ്, പടച്ചറബിന്റെ പ്രവാചകന്മാർ ദുനിയാവിൽ വന്നുകൊണ്ട് എല്ലാവരോടും പറഞ്ഞത്, എല്ലാ മനുഷ്യരോടും പറഞ്ഞത്, ദുനിയാവ് ശാശ്വതമല്ല, ദുനിയാവ് നിസ്സാരമാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് അവസാനിക്കും, യഥാർത്ഥ ജീവിതം തുടങ്ങുമ്പോൾ ദുനിയാവ് നമ്മ നോക്കി കുഞ്ഞനം കൊത്തുന്നതാ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നശ്വരമായ ദുനിയാവിന്റെ ജീവിതത്തിന് വേണ്ടി ഏറ്റവും വില കൊടുക്കേണ്ട, ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ആഖിറത്തിനെ മറന്നു പോകുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്, തീരാ ദുഃഖമാണെന്ന് പരിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇത് പറയുമ്പോൾ ശ്രദ്ധയോടെ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസത്തിൽ കടന്നുപോയ തെരഞ്ഞെടുപ്പാകട്ടെ, ഇന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തപ്പെടുന്ന ചർച്ചയാകട്ടെ, അറേബ്യൻ ഉപദ്വീപിൽ കാലുഷ്യത്തിന്റെ കർമ്മേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന സന്ദർഭമാകട്ടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളുമാകട്ടെ, ഇതിൻ്റെ എല്ലാം പുറകോട്ട് നമ്മളൊന്ന് പോയി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി? സത്യവിശ്വാസികളെ, നിങ്ങളാണ് വിജയികൾ. സത്യവിശ്വാസികളെ, നിങ്ങളാണ് സത്യത്തിന്റെ അഹ്ലുകാർ, നിങ്ങളാണ് വിജയിക്കുന്നവരെന്ന് പറഞ്ഞ ആ കൂട്ടം, ഈ സമൂഹം, ഈ സമുദായം അമ്പേ പരാജയപ്പെട്ടു പോയ കാഴ്ച നമ്മൾ കാണേണ്ടി വരുമ്പോൾ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഉമ്മത്തിനിടയിൽ പലപ്പോഴും പൂവണിഞ്ഞു കാണുന്നില്ല? പരിശുദ്ധ ഖുർആൻ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ദുനിയാവിന്റെ സുഖങ്ങൾ, ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ എന്ത് തന്നെ നിങ്ങൾ നേടിയാലും ശരി, വൽ ആഖിറതു, ആഖിറമാണ് ശേഷിക്കുന്നത്, ആഖിറമാണ് നേട്ടമുള്ളത്, ആഖിറമാണ് മനുഷ്യന് ലാഭമുള്ളത്. ദുനിയാവ് നശ്വരമാണ്, തീർന്നു പോകുന്നതാ. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീന വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാര നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي ذلك ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور.
സൂറത്തുൽ ഹദീദിന്റെ പരിശുദ്ധമായി വചനം അവതരിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇവിടെ പറയുന്നതും ഇതേ വിഷയം തന്നെയാണ്. യഅലമൂ, സത്യവിശ്വാസികളെ ജനങ്ങളെ, സത്യവിശ്വാസികളെ ജനങ്ങളെ, നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക, അന്നമൽ ഹയാത്തുദ് ദുനിയാ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതം, ഈ ഭൗതിക ലോക ജീവിതം, ലഅബു വലഹ്വു വസീന. 5 കാര്യങ്ങളെ അല്ലാഹു എണ്ണി പറഞ്ഞുകൊണ്ട് പറയാണ്, ഇതാണ് ദുനിയാവ്, ഇത്രമാത്രമാണ് ദുനിയാവ്. ഈ കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ വിശ്വാസികളോട് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. മക്ക എന്ന മനോഹരമായ നാട് വിട്ടിട്ട് അപ്രതീക്ഷിതമായി മദീന എന്ന നാട് തിരഞ്ഞെടുക്കേണ്ടി വന്നു. മക്കയിൽ നിന്നും താമസം വിട്ട് എല്ലാം വിട്ടെറിഞ്ഞ് മദീനയിലേക്ക് എത്തുമ്പോൾ ഒന്നുമില്ലാതെ വെറും കൈയോടെയാണ് അവർ മദീനത്തേക്ക് എത്തിയത്. ദരിദ്രരായിട്ടാണ് എത്തിയത്. മദീനയിൽ അൻസാറുകൾ അവരെ സ്വീകരിച്ചു, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്തു. പടച്ചറപ്പ് കൊടുത്ത കഴിവും സാമർഥ്യവും ഉപയോഗിച്ചുകൊണ്ട് അല്പസ്വല്പമല്ല ദുനിയാവിന്റെ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങി. ചിലരൊക്കെ അത്യാവശ്യം സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാൻ തുടങ്ങി, മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ സാധാരണക്കാരിൽ നല്ലൊരു ശതമാനവും ഈ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് സ്വഹാബത്തിനെ ഓതി കേൾപ്പിക്കുക. സ്വഹാബത്തെ യഅലമൂ, നിങ്ങൾ അറിയണം, ഇന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം അത് 5 കാര്യങ്ങളാണ്. ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകുൻ വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ 5 കാര്യങ്ങളെ പിടിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങൾ അവൻ തയ്യാറാക്കുന്നത്. ഈ 5 കാര്യങ്ങൾ ആധാരമാക്കിയാണ്. ഈ 5 കാര്യങ്ങൾ 5 ഘട്ടങ്ങളിലായിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം. ഒരാൾ ജനിച്ച് നോർമലായി അവന് ലഭിക്കുന്ന ഒരു പുരുഷായുസ് പൂർത്തിയാക്കി മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം കടന്നു പോകുന്ന ഘട്ടങ്ങളെ നമുക്ക് വായിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാകുന്ന ആദ്യത്തെ ഒരു ഘട്ടമുണ്ട്. ഒന്നും അറിയാത്ത, എന്താണ് എന്ന് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത, സത്യവും മിഥ്യവും മനസ്സിലാക്കാൻ കഴിയാത്ത ആനന്ദത്തിന്റെയും ആസ്വാദനത്തിന്റെയും കളി തമാശകളുടെയും ഒരു ലോകമാണ്. അതാണ് ആദ്യഘട്ടം. അതാണ് ഏറ്റവും കുഞ്ഞു പ്രായം, ബാല്യകാലം, കുട്ടിക്കാലം. അള്ളാഹു പറയുന്നു അവിടെ മുതൽ തുടങ്ങുക. ലഅബുൻ, ആദ്യം കുട്ടിക്കാലം കളി തമാശകളിലൂടെ പോവുകയാണ്. അത് കഴിഞ്ഞാൽ അല്പം മെച്ചപ്പെടുമ്പോൾ കൗമാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ മനുഷ്യൻ ലഹ്വ് എന്ന് പറഞ്ഞാൽ വിനോദങ്ങളാണ്. അല്പസ്വല്പമൊക്കെ വിനോദ കാര്യങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാരെ ഏർപ്പെടുന്ന വിനോദ കാര്യങ്ങൾ അത് ദുനിയാവിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞാൽ സീന. പിന്നെ യൗവനത്തിന്റെ കാലത്തിലെത്തി. യൗവനകാലം സീന, അലങ്കാരവും മനോഹാരിതയും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, എത്ര ശരിയാണെന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ കുഞ്ഞുപ്രായത്തിൽ കളിപ്പാട്ടങ്ങളും കളിയും തമാശയും കുട്ടിക്കളികളായിരുന്നു ഏറ്റവും ആനന്ദം നൽകിയത്. മഹാനായ അക്ബർ അലഹാബാദി തന്റെ കുട്ടിക്കാലത്ത് താൻ ഒരു പാവയെ ചോദിച്ചു. പാവയെ കിട്ടാതെ ഒരുപാട് നാൾ കരഞ്ഞ് പിന്നീട് അദ്ദേഹം അതെല്ലാം മറന്ന് കൗമാരം കഴിഞ്ഞ് വളർന്നു വലുതായി ഇന്ത്യ വിട്ട് യൂറോപ്പിൽ പോയിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ മഹാനായ ഇന്ത്യ കണ്ട വിഖ്യാതനായ ഗായകൻ, ഇന്ത്യ കണ്ട പ്രധാനപ്പെട്ട കവിതാ രചയിതാവ് അക്ബർ അലഹാബാദി തിരിച്ചു വരുമ്പോൾ തൻ്റെ പിതാവ് പഴയ കാലത്ത്, തൻ്റെ കുട്ടിക്കാലത്ത്, ആ കുഞ്ഞുമകൻ്റെ കുട്ടിക്കാലത്ത് മകൻ തന്നോട് ചോദിച്ചിരുന്ന ഒരു പാവക്കുട്ടി, ആ പാവക്കുട്ടി വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പോയതിൻ്റെ ദുഃഖമുണ്ടായിരുന്നു. കുറെ കാലമൊക്കെ കഴിഞ്ഞു, നല്ല യൗവനത്തിലെത്തി, വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമായി. യൂറോപ്പിൽ നിന്ന് പഠനം കഴിഞ്ഞ് മടങ്ങി വരുന്ന മകനെ സ്വീകരിക്കാൻ അന്ന് കപ്പലിറങ്ങുന്ന സ്ഥലത്ത് പോയി തുറമുഖത്ത് കാത്തു നിൽക്കുമ്പോൾ ആദ്യമായി മകനെ കാണുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് പിതാവ് കുറെ നേരം ആലോചിച്ചു. അപ്പോൾ പിതാവിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്, മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം ഒരിക്കൽ മകൻ എന്നോട് ചോദിച്ചിരുന്നു. ആ സമ്മാനം അന്നെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അന്നെനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ആ സമ്മാനം ഇന്നെനിക്ക് വാങ്ങാൻ കഴിയും, അത് വാങ്ങിക്കൊടുക്കാം. പിതാവ് ഓടിപ്പോയി കടയിൽ ചെന്ന് നല്ല മനോഹരമായ ഒരു പാവക്കുട്ടി, ഒരു ടോയ്സ് വാങ്ങി പൊതിഞ്ഞ് ഭദ്രമായി മകനെ ക്ഷണിക്കാൻ വേണ്ടി തുറമുഖത്ത് പോയി നിൽക്കുകയാണ്. കപ്പലിറങ്ങിയ മകനെ എല്ലാവരും ഓരോരുത്തരും അവരുടെ ബന്ധുക്കളെ വിശിഷ്ടമായ സമ്മാനങ്ങൾ കൊടുത്ത് സ്വീകരിച്ചപ്പോൾ അക്ബർ അലഹാബാദിയുടെ പിതാവ് ഈ കുഞ്ഞിന്റെ പാവക്കുട്ടിയെ കൊണ്ടുപോയി അതിനെ കൂട് പൊളിച്ചിട്ട് അലഹാബാദിക്ക് നീട്ടിക്കൊടുത്തുകൊണ്ട് മകനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മകനെ ആ ജനാവലിയുടെ മുമ്പിൽ വെച്ച് ആ മകൻ പുച്ഛിക്കുകയായിരുന്നു പിതാവിനെ. അലഹാബാദിയുടെ പിതാവിനെ അദ്ദേഹം പുച്ഛിച്ചു. അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾ എത്ര മോശപ്പെട്ട മനുഷ്യനാണ്. ഈ ആളുകൾ എല്ലാവരും അവരുടെ മക്കൾക്ക് വിലപിടിപ്പുള്ള ബൊക്കയും സമ്മാനവും കൊണ്ടു കൊടുക്കുമ്പോൾ എന്നെ കുഞ്ഞുകുട്ടികളെ കളിപ്പിക്കുന്നത് പോലെ ഒരു പാവക്കുട്ടിയുമായിട്ടാണോ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു നിമിഷം നിർനിമേഷനായി നിന്നിട്ട് അക്ബർ അലഹാബാദിയുടെ പിതാവ് പറഞ്ഞു, പൊന്നുമോനെ, നിനക്ക് ഇന്നത് നിസാരമായി തോന്നുന്നുവെങ്കിൽ ഒരു കാലത്ത് നീ ഇതിനു വേണ്ടിയിട്ടാണ് എന്നോട് ഒരുപാട് കരഞ്ഞത്. നീ ഓർക്കുന്നുണ്ടോ? നീ എന്റെ കൈവിരലിൽ പിടിച്ചുകൊണ്ട് നടന്നൊരു കാലം, അന്ന് നീ ഏറ്റവും കൂടുതൽ എന്നോട് കരഞ്ഞതും എന്നെ കൊണ്ട് വാങ്ങിത്തരാൻ കഴിവില്ലാതെ പോയതിന്റെ പേരിൽ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയതുമായ വസ്തു ഇതായിരുന്നു. ഇന്ന് എനിക്കതിനുള്ള കഴിവുണ്ടായി, ഞാൻ അത് കൊണ്ടുവന്ന് തരുമ്പോൾ ഇന്നത് നിനക്ക് മോശമായി, നിസാരമായി, പുച്ഛമായി തോന്നുന്നുവെങ്കിൽ എൻ്റെ പൊന്നുമോനെ, ഇന്ന് നീ ഈ ആളുകളെല്ലാവരും കൈമാറുന്ന സമ്മാനങ്ങളുണ്ടല്ലോ, ഈ സമ്മാനങ്ങളാണ് ഇന്ന് നിനക്ക് ആകർഷണീയമായി തോന്നുന്നതെങ്കിൽ നാളെ ഒരു കാലം വരും, അന്ന് ഈ സമ്മാനങ്ങൾ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന് നീ പറഞ്ഞ അതേ വാക്ക് നാളൊരിക്കൽ പറയും. ഇതുകൊണ്ടാണോ ഇപ്പോൾ നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കാലം അനധിവിദൂര ഭാവിയിൽ നിന്റെ ജീവിതത്തിലേക്ക് വരുമോനെ എന്ന് പറഞ്ഞ അക്ബർ അലഹാബാദിയുടെ പിതാവിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിനെ കണ്ണു തുറപ്പിക്കും. ഇന്നത്തെ സുഖങ്ങൾ, ഇന്നത്തെ ആനന്ദങ്ങൾ, ഇന്നത്തെ പ്രതീക്ഷകൾ നാളെയുടെ നിസ്സാരതയാണ്. നമുക്ക് വലുതായത് നമ്മുടെ കുട്ടിക്കൊന്നുമല്ല, നമ്മുടെ കുട്ടിക്ക് വലുതായിട്ടത് നമുക്കൊന്നുമല്ല എങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 5 ഘട്ടങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ എണ്ണിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഓർത്തു നോക്കിയേ, ഇതല്ലേ ശരി? ഇന്നമൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം ലഅബുൻ, കളി തമാശയാണ്. ആ സമയത്ത് ടോയ്സുകളാണ് വേണ്ടത്. അതാണ് ഏറ്റവും ആനന്ദം പകരുന്നത്. മിഠായികളാണ് ഏറ്റവും ആനന്ദം പകരുന്നതെങ്കിൽ അല്പം മുതിർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വേസ്റ്റാണ്. വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങും. പിന്നെ സൈക്കിളായി, പിന്നെ മൊബൈലായി, പിന്നെ ടെലിവിഷനിൽ സമയം ചെലവഴിക്കലായി, പിന്നെ മുതിർന്നവരോടൊപ്പം സിനിമയ്ക്കും മറ്റ് റിയാലിറ്റി ഷോ പരിപാടികൾക്ക് പുറത്തേക്ക് പോയി ഓട്ടവും ചാട്ടവും, നാട്ടിലെ തൊടിയിലെ കുട്ടികളോടൊപ്പം ഓടിച്ചാടി ഉല്ലസിച്ച് നടക്കുന്ന വിനോദങ്ങളുടെ കാലമാണ്, ആസ്വാദനങ്ങളുടെ കാലമാണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പൊതുജനത്തിന്റെ മുമ്പിൽ പൊങ്ങച്ചം നടിക്കുന്ന ഒരു കാലമാണ്. എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നതെല്ലാം ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞറിയിക്കുന്ന ഒരു കാലമാണ് തഫാഖുർ, തഫാഖുർ, പൊങ്ങച്ചത്തിന്റെ കാലം. ഓർത്തു നോക്കി, അതല്ലേ മനുഷ്യ ജീവിതത്തിലെ അധ്വാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമായി മാറുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വേറൊരാളോട് ചോദിക്കുന്നത് ഇടയിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ്. വലിയൊരു വീടിന്റെ വിൽപ്പനയാണ് ലക്ഷ്യം. ഇപ്പോൾ പട്ടിണിയിലാണ്, നിലവിൽ പട്ടിണിയിലാണ്. ഒരു വീട് വിൽപ്പനയ്ക്ക് പട്ടിണി സഹിക്കവയ്യാതെ, കഷ്ടപ്പാടും ദാരിദ്ര്യവും സഹിക്കവയ്യാതെ ആകെയുള്ള സമ്പാദ്യം, ആ സമ്പാദ്യങ്ങൾ ഒന്നൊന്നായി വിൽക്കുകയാണ്. ആ വിൽക്കാൻ വെച്ചിട്ടുള്ള വീടിൽ ഒരു വീട് വിൽപ്പനയുടെ കാര്യം സംസാരിച്ചു പോകുമ്പോൾ വീടിന്റെ വില കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. 3.5 കോടി രൂപയാണ് വീടിന്റെ വില. 3.5 കോടി രൂപയാണ് വീടിന്റെ വില. അത്രമാത്രം ആഡംബരങ്ങൾ നിറഞ്ഞ വീട് അദ്ദേഹം വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു, അദ്ദേഹത്തിന്റെ അത്യാവശ്യമായിരുന്നു. അന്ന് പലരും പറഞ്ഞിട്ടുണ്ടാകാം, ഈ 3.5 കോടി ചെലവഴിച്ചിട്ട് ഒരു വീട് വേണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, ഇത് വേണമെന്നതിന് അദ്ദേഹത്തിന് ഒരുപാട് ന്യായമുണ്ടായിരുന്നു അന്ന്. ഇന്നത് മുമ്പിൽ വെക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പട്ടിണി മാറ്റാൻ ഈ 3.5 കോടിയുടെ വീട് കൊണ്ട് മതിയാകുന്നില്ല എന്ന് വരുമ്പോൾ ആ വീട് വിട്ടിട്ട് പട്ടിണി മാറ്റണം എന്ന് അദ്ദേഹം നിർബന്ധിതനാവുകയാണ്. പക്ഷെ ഇത് വാങ്ങാൻ ആളില്ല. നമ്മളൊക്കെ അറിയും, കോടാനുകോടികൾ ചെലവഴിച്ച് നിർമ്മിക്കപ്പെട്ട വീടുകൾ വിൽക്കപ്പെടുന്നത് എത്രയ്ക്കാ? കോടികൾ ചിലവഴിച്ച് വാങ്ങുന്ന വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് എത്രയ്ക്കാ? വാങ്ങുമ്പോൾ പുതിയ വിലക്ക് കോടികൾ മുടക്കിയിട്ട് വാങ്ങിക്കൂട്ടുന്ന ഭൗതിക സുഖ സൗകര്യങ്ങളുടെ ഏതൊരു വസ്തുവും വിൽക്കപ്പെടുമ്പോൾ ആ വിൽക്കപ്പെടുന്ന വസ്തു അതിന്റെ പകുതി വിലയോ 1/4 വില പോലും കിട്ടാതെ പോകും. എന്ന് മാത്രമല്ല, പിന്നീട് അത് വാങ്ങുന്ന ആളുകൾ അവിടെ താമസിക്കാൻ പോയവരോട് ചോദിച്ചാൽ കുറച്ചധികം ആളുകളെങ്കിലും എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, ഇങ്ങനെ ആഡംബരത്തിന്റെ പരിധി വിട്ടുകൊണ്ട് ആഡംബരത്തിന്റെ അങ്ങേയറ്റത്തെത്തി അങ്ങനെ പണി കഴിപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളും ആർഭാടങ്ങളിലും കഴിഞ്ഞ വസ്തുക്കളെ അടുത്തൊരാൾ കൈമാറി വാങ്ങിയാൽ അവിടെയും ആ വാങ്ങിയവർ പോലും നല്ലൊരു സമാധാനം അവിടെ ഉണ്ടാവില്ല. നല്ലൊരു കോടീശ്വരൻ, സമുദായത്തിനൊക്കെ ഒരുപാട് സഹായം ചെയ്ത മനുഷ്യൻ, NHന്റെ സൈഡിൽ വലിയ സൗകര്യപ്രദമായി വീട് വാങ്ങി, സ്ഥലം വാങ്ങി വീട് വെക്കാനൊക്കെ സൗകര്യമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ കൊല്ലം ജില്ലയുടെ പട്ടണത്തോട് ചേർന്നിട്ട് ഉൾപ്രദേശത്ത്, പട്ടണത്തിന്റെ ഒരു ഭാഗം ഉൾപ്രദേശത്തിൽ പോയിട്ട് ഒരു പഴയ വീട് കോടികൾ കൊടുത്ത് വാങ്ങി. ആ വീട് വാങ്ങിയിട്ട് പിന്നീട് അത് ചെലവഴിക്കാൻ വേണം, അത് ശരിയാക്കിയെടുക്കാൻ, അതിന് മെയിൻ്റനൻസിന് മാത്രം 2.5 കോടി രൂപ അതിനകത്ത് ചെലവഴിച്ചു. അത്രയും ചെലവഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം കുത്തുവാള എടുത്തിട്ട് നടക്കാം. ആഡംബരവും ആർഭാടവും പരിധി വിട്ട ആസ്വാദനങ്ങളും തിരഞ്ഞെടുക്കുന്ന മനുഷ്യരെ ദുനിയാവ് ഇത്ര നിസ്സാരമാണ്.
ദുനിയാവ് നിസ്സാരമാണ്. ഈ ദുനിയാവിന്റെ സുഖങ്ങൾ നിങ്ങൾക്ക് ഒരു കാലത്ത് അത് വലിയതായിട്ട് തോന്നും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് വലിയ ശാപമായി പോയല്ലോ, എനിക്ക് ഒരു വേള എൻ്റെ ബുദ്ധി ഉദിച്ചില്ലല്ലോ എന്നൊക്കെ പരിഭവം പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. പരസ്പരമുള്ള പൊങ്ങച്ചം ഓരോ വിഷയത്തിലും, വിവാഹത്തിന്റെ കാര്യത്തിലാകട്ടെ, വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിലാകട്ടെ, വാഹനങ്ങളുടെ കാര്യത്തിലാകട്ടെ, സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിലാകട്ടെ, പൊങ്ങച്ചം പൊങ്ങച്ചം പൊങ്ങച്ചം. അങ്ങനെ പൊങ്ങച്ചം പറയുന്നവന് പറഞ്ഞാൽ മനസ്സിലാകാത്ത മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തുകയാ. മനസ്സിലാക്കി കൊടുക്കുന്ന കാലത്തിലേക്ക് എത്തുകയാ. പലരും ചോദിച്ചിട്ടുണ്ട്, ലോകാവസാനം വരുമ്പോ ഖിയാമത്തിന്റെ മുന്നോടിയായി ലോകം മുഴുവനും പഴമയിലേക്ക് മടങ്ങുന്ന ഒരു കാലം വരും. പഴയ കാലത്തിലേക്ക് ലോകം മടങ്ങുമെന്ന് പറയുമ്പോ നാം ഉൾപ്പെടെ പലരും കൗതുകത്തോടെ ചിന്തിച്ചു പോയി, എങ്ങനെയാ പഴമയിലേക്ക് മടങ്ങുക? അത്യാധുനികമായ സൂപ്പർ സോണിക് ഉണ്ടാവുകയില്ല, അത്യാധുനികമായ AK-47 വർക്ക് ചെയ്യില്ല, ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ പ്രവർത്തിക്കില്ല, വിമാനങ്ങളും ആധുനിക വാഹന സൗകര്യങ്ങൾ പ്രയോജനപ്പെടാതെ പഴയകാലത്തെ വാളിലേക്ക്, പരിചയിലേക്ക്, കഴുതപ്പുറത്ത്, കുതിരപ്പുറത്ത്, ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന മനുഷ്യരുടെ കാലം വരുമെന്ന് പറഞ്ഞപ്പോ പലരും കൗതുകത്തോടെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു കാലം വരുമോ? അത് വരുമെന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? ഞാനത് ചോദിക്കുകയാണ്. മനോഹരമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഗ്രാമാന്തരീക്ഷത്തിൽ എത്ര സമാധാനത്തോടെ കഴിഞ്ഞ എത്ര മനുഷ്യരാ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവരുടെ സംസാരം എന്തെന്നറിയുമോ? ഗ്രാമപ്രദേശത്തിലെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടും പറമ്പും വിറ്റിട്ട് പട്ടണത്തിൽ പോയിട്ട് 40ാമത്തെ നിലയിൽ ഫ്ലാറ്റ് വാങ്ങിയ മനുഷ്യർ ഇന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് അവൻ ആലോചിച്ചു പോവുകയാ. വിറകം കൊണ്ട് 40ാമത്തെ നിലയിൽ കയറാൻ പറ്റോ? ഫ്ലാറ്റിൽ പോയിട്ട് വിറക് വെച്ചിട്ട് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റോ? ഈ സമയത്തിൽ അവൻ ആലോചിക്കുന്നു. ഒരു കാലത്ത് അവൻ വിചാരിച്ചു, ഇനിയുള്ള കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വീടുകളിൽ പുതിയ വീടുകൾ താമസം ആരംഭിക്കുമ്പോൾ അടുക്കള പഴയ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് മാറി 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 മോഡുലാർ കിച്ചണിലേക്ക് എത്തിയ സഹോദരിമാർ, മോഡുലാർ കിച്ചണില്ലെങ്കിൽ വീട്ടിൽ കയറാത്ത പെങ്ങന്മാർ, അവർ പറഞ്ഞു പോവുകയാണ്, ഈ ദിവസം നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി നോക്കൂ, റോക്കറ്റ് അടുപ്പിന് വില കൂടിയ കാലത്തിലെത്തിയില്ലേ? 90,000 രൂപ. ഇന്നലെ ഒരു ഹോട്ടലുകാരൻ പറയാ, 8 ലക്ഷം മുടക്കിയിട്ടുണ്ടാക്കിയ കിച്ചൺ സെറ്റ് എല്ലാം കൂടെ ആക്രിയായി മാറ്റി വെച്ചിട്ട് 90,000 കൊടുത്തിട്ട് പുതിയ റോക്കറ്റ് അടുപ്പ് വാങ്ങി വെച്ചേക്കാം. പഴയ വിറകിലോട്ട് മടങ്ങിയിരിക്കുക. ഒരു മാസം മുമ്പ് പറഞ്ഞെങ്കിൽ, 2 മാസം മുമ്പ് പറഞ്ഞെങ്കിൽ ആരെങ്കിലും ഉൾക്കൊള്ളോ? ആരെങ്കിലും ഉൾക്കൊള്ളോ? നല്ല മനോഹരമായി സമാധാനത്തോടെ ശുദ്ധവെള്ളം കുടിച്ച് ശുദ്ധവായു ശ്വസിച്ച് സമാധാനത്തോടെ കൂടും കുടുംബവും അയൽക്കാരെയും കണ്ട് കടന്നുറങ്ങിയ അയൽവാസങ്ങളും ഗ്രാമാന്തരീക്ഷവും കളഞ്ഞിട്ട് ആഡംബരം തിരക്കി സൗകര്യങ്ങൾ തിരക്കിയിട്ട് സിറ്റിയിൽ പോയവനിപ്പം കുത്തുവാള എടുത്തിട്ടിരിക്കുക. അവനിനി എങ്ങനെ തിരിച്ചു വരണമെന്നറിയില്ല. കിട്ടുന്ന വിലയ്ക്ക് 50 ലക്ഷം കൊടുത്ത് വാങ്ങിയ ഫ്ലാറ്റ് ഇപ്പൊ 20 കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. 20 കൊടുക്കാൻ തയ്യാറുണ്ട്. ഈ ആഴ്ച നിങ്ങളൊന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങി നോക്കി, മനുഷ്യന്റെ പോക്കേ. ലോകം നിയന്ത്രിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു കാര്യം പറയുന്നു, ലാ യുഖാതിലൂനകും ഇല്ലാ ഫീ ഖുറ മുഹസ്സന. അവർ ബന്ധവസായ കോട്ടകൊത്തലങ്ങൾക്കുള്ളിലിരുന്നു കൊണ്ടല്ലാതെ അവർ യുദ്ധം ചെയ്യൂല. അവർ മറക്ക് പിന്നിലിരുന്നു കൊണ്ടല്ലാതെ യുദ്ധം ചെയ്യില്ല. മുഖാമുഖം വന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം, ചങ്കൂറ്റം ജൂതന് നസറാണിക്കില്ല. അവർക്കതിന് കഴിയില്ല. ഇസ്രായേലും അമേരിക്കയും ലോകാധിപത്യത്തിൽ എത്തി നിൽക്കുന്ന എന്തിന്റെ പവറില? അവന്റെ കയ്യിലുള്ള മിസൈലിന്റെ പവറിലാണ്, അവന്റെ കയ്യിലുള്ള വിമാനത്തിന്റെ പവറിലാണ്. ആ വിമാനവും മിസൈലും പ്രവർത്തിക്കാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ അജയ്യരാരെന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്താണ്, ഈമാനുള്ള മുസ്ലിമീങ്ങളാണ്. ഈ ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഈമാനുള്ള മുസ്ലിമീങ്ങൾ തന്നെ. ഇറാന്റെ ഹോർമുസിന്റെ കടലെടുക്കൊന്ന് ബന്ധിപ്പിച്ചപ്പോ, അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോ ഓരോ രാജ്യങ്ങളും പെട്രോളിന്റെ പേരിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. ഗ്യാസ് നിലച്ചു പോയപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഗ്യാസ് കിട്ടൂ എന്ന് പറഞ്ഞപ്പോ ഓരോ വീടുകളും കണ്ണ് തുറന്നു തുടങ്ങി. ഗ്യാസിന്റെ ഉപയോഗം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പെണ്ണുങ്ങൾ പഠിച്ചു തുടങ്ങി. പെട്രോൾ കിട്ടാതെ വന്നാൽ എങ്ങനെ വണ്ടിയോടും? കോടികൾ മുടക്കിയിട്ട് വാങ്ങിയിട്ട വാഹനം, കോടികൾ മുടക്കിയിട്ട് 1 കോടിയും 1.5 കോടിയും 2 കോടിയും മുടക്കിയിട്ട് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത കാറ്. ഞാൻ ചോദിച്ചു, ഈ കാറ് 4 ടയറിലല്ലേ ഓടുള്ളൂ? ആ കാറിലൂടെ കയറി ഏതോ ഒരുത്തൻ പോകുന്നു. അവൻ ഇറങ്ങുമ്പോൾ ആ കാറിൽ വന്നവനെ ഇറങ്ങുമ്പോൾ അറിയാം, അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ അറിയില്ല. ഏതായാലും ഇത്രയും പരിധി വിട്ട ആഡംബരമൊക്കെ നടത്തണമെങ്കിൽ വിയർപ്പൊഴുക്കി അധ്വാനിച്ച പണം കൊണ്ട് പറ്റുമോ? വിയർപ്പൊഴുക്കി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ഒരിക്കലും മനുഷ്യന് ആഡംബരം കാണിക്കാൻ കഴിയൂല. ആ പഴയ സൈക്കിള് പെട്രോൾ വേണോ? ആ പഴയ 2 വീലർ 80 മൈലേജ് ഉണ്ട്, 20 മൈലേജ് ഉണ്ട് കാറിന്, പഴയ കാറിനൊക്കെ. പക്ഷെ അതൊക്കെ പഴഞ്ചനായിപ്പോയി. ഒരു വീട്ടിൽ 9 വാഹനം.
ഇങ്ങനെ വാഹനങ്ങളുടെ എണ്ണം കൂടി, ആഡംബരം കൂടി. ഈ കൂടിയ ആഡംബരങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ പെട്രോളും ഗ്യാസും വേണം. അത് പടച്ചറബ് എവിടെയാ കൊടുത്തത്? അറേബ്യൻ ഉപദ്വീപിൽ. ആ അറേബ്യൻ ഉപദ്വീപിൽ ലോകാവസാനത്തിലെ ഏറ്റവും വലിയ ഫിത്നയുടെ കേന്ദ്രമായി മാറുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്ത ആ പ്രവചനങ്ങൾ പുലരുന്ന കാലത്തിലേക്ക് നമ്മളെത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ ഇന്ന് ചർച്ച നടക്കുകയാണ്. ആരോടാ ചർച്ച എന്നറിയോ? കരാർ ലംഘനം മാത്രം പരിചയമുള്ള ഒരു ജനതയോട്, കരാർ പാലിക്കലല്ല, കരാർ ലംഘിക്കാൻ മാത്രം അറിയുന്ന ഒരു ജനതയോടാണ് കരാറിന് പോവുക. അള്ളാഹുവിന്റെ ഖുർആൻ മുസ്ലിം ജനതയോടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറാ. യഹൂദി നസാറാക്കളോട് നിങ്ങൾ കരാറിന് പോകരുത്, അവരെ ചങ്ങാതിമാരാക്കരുത്, അവരെ ചങ്ങാതിമാക്കാരാക്കരുത്. വമയതവല്ലഹും, ആരെങ്കിലും അവരെ ചങ്ങാതിമാരാക്കിയാൽ, അവരെ കൂടെ കൂട്ടിയാൽ, ഫഇന്നഹും മിൻഹും, അവനും അവരിൽ പെട്ടവനായിട്ട് നിങ്ങൾ കണക്കാക്കിക്കോ, അവരെയും അവനോടൊപ്പം നിങ്ങൾ കൂട്ടിക്കോ. അള്ളാഹുവിന്റെ റസൂൽ ഒരു കരാറിനെ കുറിച്ച് പറഞ്ഞു. 14 മുമ്പ് പറയുമ്പോ ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുൽ മുസ്ലിമ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ദീനിന്റെ പ്രബോധനാർത്ഥം വ്യാപിച്ചു പോയിട്ടുണ്ട്. ഈ 14 എത്തുവോളം ഹബീബുനാ റസൂലുള്ളാഹിന്റെ ആ പ്രവചനം നമ്മൾ പുലർന്നു കണ്ടില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനം വരുമ്പോ മുസ്ലിമീങ്ങളായ നിങ്ങൾ റോമയുമായിട്ടൊരു കരാറുണ്ടാക്കുന്നതാ, റോമുമായിട്ട് നിങ്ങളൊരു കരാറുണ്ടാക്കുന്നതാ. കഴിഞ്ഞ കാലങ്ങളിലെ കണക്കെടുത്ത് നോക്കിക്കോ. 14 നൂറ്റാണ്ടിനിടയിൽ യഹൂദി സമൂഹവുമായിട്ട്, റോമുമായിട്ട്, പേർഷ്യ റോമുമായിട്ട്, യൂറോപ്പുമായിട്ട് മുസ്ലിം ലോകം ഒരു സമാധാന കരാർ വെച്ച കാലം. ആ കരാർ 2020 നമ്മൾ കണ്ടത്. ഇറാന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ യുദ്ധം തുടങ്ങുമ്പോ, ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ മിസൈൽ ഇടുമ്പോ, ഇസ്രായേൽ തെഹ്റാനിൽ ബോംബ് വർഷിക്കുമ്പോ ഇറാൻ തിരിച്ചടിക്കുന്നത് അയൽപക്കത്തുള്ള മുസ്ലിം രാജ്യങ്ങൾക്ക്. ആദ്യത്തെ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിച്ചു പോയി, എന്തിനാണ് മുസ്ലിം രാജ്യങ്ങളെ തിരിച്ചടിക്കുന്നത്? ഇറാനെ അടിച്ചത് ഇസ്രായേലാണല്ലോ. ആ ഇസ്രായേലിനെ അല്ലയോ ഇറാൻ തിരിച്ചടിക്കേണ്ടത്? അമേരിക്ക അല്ലയോ ഇറാൻ തിരിച്ചടിക്കേണ്ടത്? എന്നാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് ആരെയാ? അയൽപക്കത്തുള്ള സൗദി അറേബ്യ, അയൽപക്കത്തുള്ള ഖത്തറിനെ, ബഹ്റൈനെ, കുവൈറ്റിനെ, ഒമാനിനെ, UAE എന്തിനാ അടിക്കുന്നത്? ആദ്യ ദിവസങ്ങളിൽ മനസ്സിലായില്ല. എന്നാൽ ഈ ലോകത്തിന്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറേയധികം വായിച്ചിട്ടുള്ളവർ, ഈ വിഷയങ്ങളെ കൃത്യമായി അപഗ്രഥിച്ചിട്ടുള്ളവർ ആദ്യത്തെ ദിവസം തന്നെ എന്നല്ല, അതിനു മുമ്പേ പറഞ്ഞു, ഈ അറബ് രാജ്യങ്ങളിൽ ഈ കാലുഷ്യങ്ങൾക്ക് മുഴുവനും കാരണമൊരുക്കുന്നത് അറേബ്യൻ ഉപദ്വീപിലെ അറബ് സയന്റിസ്റ്റുകളാണ് അതിന് വഴിയൊരുക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റോമയുമായിട്ട് നിങ്ങൾ ഒരു കരാറുണ്ടാക്കും. അങ്ങനെ ഒരു കരാർ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അബ്രഹാം അക്കോർഡ് എന്ന പേരിൽ ഒരു കരാർ കൊണ്ടുവരുന്നു. ആ കരാറിന്റെ ഉദ്ദേശം എന്താ? ആ കരാറിലൂടെ നടപ്പിലാക്കപ്പെട്ടത് എന്താ? മുസ്ലിം രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ പരിശുദ്ധമായ ദീനിന് ആതിഥേയം വഹിക്കാൻ അല്ലാഹു അവസരം കൊടുത്ത നാടുകൾ, ഈ നാടുകൾ മുഴുവനും ഇസ്രായേലിന്റെ മുമ്പിലേക്ക് തീറടി അങ്ങ് വെച്ചു കൊടുക്കുക, അവരെ മുമ്പിൽ കാൽ കീഴിലേക്ക് കൊണ്ടങ്ങ് വെച്ചു കൊടുക്കുക. ആ പണിയാ ചെയ്തത്. ആദ്യം UAEയും ബഹ്റൈനുമായിരുന്നു അതിന് ആദ്യമായിട്ട് ഇറങ്ങിയത്. പിന്നെ മൊറോക്കോ കൂടി, പിന്നെ സുഡാനും കൂടി, 4 പേരും കൂടി. എന്താ കരാറ്? ഇതിനു മുമ്പ് ഒരു 40 കൊല്ലം പുറകോട്ട് പോയാൽ അൽ മുഅ്തമറുൽ ലാഅത്തുസ് സലാസ്, 3 ലാകളുടെ ഒരു ലോക സമ്മേളനം നടന്നു. 6 ഡേ വാറിന് ശേഷം 5-6 രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾപ്പെട്ട പ്രധാനപ്പെട്ട 6 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് 1967 ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. അതിനു മുമ്പ് 48 ഇതേപോലെ ഒരു യുദ്ധം നടന്നു. ആദ്യത്തെ യുദ്ധം ഇസ്രായേലിന്. അന്നും ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെടുമെന്ന് വന്നപ്പോൾ അവർ വെടിനിർത്തൽ പറഞ്ഞു. 4 ആഴ്ച. എന്തിനായിരുന്നു വെടിനിർത്തൽ? ആയുധങ്ങൾ കൊണ്ടുവരുവാൻ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജൂതന്മാരെ കൊണ്ടുവരുവാൻ 4 ആഴ്ച കൊണ്ട് കൊണ്ടുവന്നു. അതിനുശേഷം യുദ്ധം ആരംഭിച്ചു. അമ്പെ പരാജയപ്പെടുത്തി അറബികളെ, മുസ്ലിങ്ങളെ. എന്നിട്ടും പാഠം പഠിച്ചില്ല. പിന്നെയും അവരുടെ സോഷ്യലിസം വന്നു. ആ സോഷ്യലിസത്തിലൂടെ പിന്നെ കുറെ നേതാക്കൾ വന്നു. 67 6 ഡേ വാർ കഴിഞ്ഞു. വാർ അവസാനിക്കുമ്പോൾ സുഡാനിന്റെ തലസ്ഥാനമായ കാർത്തൂമിൽ അവർ ഒരുമിച്ച് കൂടിക്കൊണ്ട് അൽ മുഅ്തമറുൽ ലാഅത്തുസ് സലാസ്, 3 ലാകൾ, ലാ സുൽഹ മഅ ഇസ്രായേൽ, ലാ തഫാവുദ മഅ ഇസ്രായേൽ, ലാ ഇത്റാഫ മഅ ഇസ്രായേൽ. ഇസ്രായേലിനെ അംഗീകരിക്കൂല, ഇസ്രായേലുമായിട്ട് ചർച്ചയില്ല, ഇസ്രായേലുമായിട്ട് ഒരു സന്ധി സംഭാഷണവുമില്ല. ഇനി അറബികളും മുസ്ലിങ്ങളും ഇല്ല പറഞ്ഞു. അത് പറഞ്ഞു വെച്ച് പിരിഞ്ഞു. കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ ആദ്യമായി ഒരു മുസ്ലിം രാജ്യം UAE. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ ഒരുപാട് വേണ്ടപ്പെട്ടവർ ഈ നാട്ടിൽ നിന്നും ഉപജീവനാർത്ഥം നിൽക്കുന്ന ഒരു രാജ്യമാണ്. വളരെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
എന്തുകൊണ്ട് തിരിച്ചടിക്കപ്പെടുന്നു? പിന്നീട് ബഹ്റൈൻ. ഇന്ന് ഏറ്റവും അധികം ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളിലൊന്നാണ് UAEയും കുവൈറ്റും. എന്തുകൊണ്ട്? ആ രാജ്യങ്ങളിൽ അവിടുന്ന് ഇസ്രായേലിൽ നിന്നൊരു മിസൈൽ ഇറാനിലോട്ട് വന്ന് വീഴുന്നത് ഈ രാജ്യങ്ങളുടെ മേലെ കൂടിയാണ്. നമ്മൾ പത്രവാർത്തകളിലൂടെ കണ്ടു, ഞങ്ങൾ ആകാശം ഉപയോഗിക്കരുത്, ഞങ്ങളുടെ വ്യോമപാതം ഉപയോഗിക്കാൻ പാടില്ല എന്ന് വീട്ടിലിരുന്ന് അടുക്കളയിരുന്ന് പറയാനേ കഴിയൂ. അല്ലാതെ എഴുന്നേറ്റ് നിന്നിട്ട് കൈകോക്കിയിട്ടൊന്ന് തടയാനുള്ള കെൽപ്പ് പോലും ഈ രാജ്യങ്ങൾക്കില്ല. അടിമകളായി പോയി, അടിമത്വത്തിന്റെ അങ്ങേയറ്റം. അള്ള പറഞ്ഞു, നിങ്ങൾ അവരിൽ നിന്നും ഇസ്സത്ത് പ്രതീക്ഷിക്കുകയാണോ? അവരിൽ നിന്ന് ഒരു ഇസ്സത്ത് നിങ്ങൾ കിട്ടാൻ പോകുന്നില്ല. വലില്ലാഹിൽ ഇസ്സത്ത് വറസൂലിഹി, അല്ലാഹും റസൂലിനുമാണ് ഇസ്സത്ത്. നിങ്ങൾ അവരുടെ പുറകെ പെടുമ്പോൾ ഒരു ഇസ്സത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പാതയിൽ മാത്രമേ ഇസ്സത്ത് കിട്ടൂ. 3 കരാറ് പറഞ്ഞവർ പിന്നീട് അവരുമായിട്ട് കരാറുണ്ടാക്കി. ആ കരാറിന് ശേഷം പിന്നീട് അവർ ചെയ്തതെന്താ? അറബ് രാജ്യങ്ങളെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പരിശ്രമിച്ച ഏതെല്ലാം ഭരണകൂടങ്ങളുണ്ടോ ആ ഭരണകൂടങ്ങളെ ഒന്നൊന്നായി അട്ടിമറിക്കാൻ ഈ അറബ് രാജ്യങ്ങളായിരുന്നു പണം മുടക്കിയത്. അവരായിരുന്നു ഇസ്രായേലിനെ കൊണ്ടുവന്നത്. അവരാണ് അമേരിക്കയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഏറ്റവും ഭയാനകമായ ഒരു നാശം ചോദിച്ചു വാങ്ങിയ ഒരു ജനതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ നാശം അവരിലേക്ക് തന്നെ മടങ്ങി. അവരൊരിക്കലും വിചാരിച്ചില്ല ഗാസയിലെ നിരപരാധികളായ പിഞ്ചുവൈതങ്ങൾ ചിന്നിച്ചിതറുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് ലോകം പൊട്ടിക്കരഞ്ഞുപോയി. ആ കരച്ചിലൊന്ന് കെട്ടടങ്ങേണ്ട താമസം അടുത്ത ദിവസം സുഡാനിലെ സാധുക്കളായ കറുത്ത മനുഷ്യർക്കിടയിൽ അതിലും ഭീകരമായ നരനായാട്ട് നടന്നു. പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു സുഡാനികളെ. RSF എന്ന് പറയുന്ന റാപ്പിഡ് ഫോഴ്സിനെ ഇസ്രായേലിന്റെയും UAEയുടെയും കാവൽ പട്ടാളമായി നിന്നിരുന്നവർ UAE പൈസ മുടക്കുന്നു, ഇസ്രായേൽ പട്ടാളവും ആയുധവും കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് 10,000 നിരപരാധികളായ സുഡാനികളെ അറുകൊല ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തും കണ്ണീരൊഴുകിയില്ല, ഒരു സ്ഥലത്തും കണ്ണീർ വന്നില്ല. വരും ദിവസങ്ങളിൽ സുഡാനും 2020 സുഡാനും ഈ അബ്രഹാം അക്കോർഡിൽ ചേർന്നു. ചുരുക്കി പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപ് മുഴുവനും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുമ്പിൽ കൊണ്ട് വെച്ചുകൊടുത്തു. ഇതിനൊക്കെ എതിർവാദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ആ വാദങ്ങളൊക്കെ പറയുമ്പോഴും അമേരിക്കയോടും ഇസ്രായേലിനോടും RSSനോടും സന്ധിയാകാം, സുൽഹാകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുസ്ലിം പേരുള്ള വേറെ ആരോടെങ്കിലും സന്ധിയായാൽ പറ്റത്തില്ല. അതാ എന്താ കാര്യം? ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും, കസേര തെറിച്ചു പോകും, ദുനിയാവിന്റെ സുഖങ്ങൾ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പടച്ചറബ് ഓരോ ജുമയിലും ഓതി കേൾപ്പിക്കുക, ഈ കസേരയും ഈ അധികാരവും ഈ ആഡംബരവും ഈ സന്തോഷങ്ങളൊക്കെ ഇത് കുറച്ചു ദിവസം ഉണ്ടാകും. വൽ ആഖിറത്തു ഖൈറും വഅബ്ക, നിലനിൽക്കുന്നത് ആഖിറമാ. ആഖിറത്തിൻ്റെതാണ് സന്തോഷം, ആഖിറമാണ് ശരി, ആഖിറമാണ് വിജയം എന്ന് അല്ലാഹു ഓരോ ആഴ്ചയിലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് സുഹഫി ഇബ്രാഹിം മൂസ നബിയോട്, ഇബ്രാഹിം നബിയോട്, ആ ജനതയോടൊക്കെയും ഞാൻ പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. അള്ളാഹു തിരിച്ചറിവ് തരട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നാട്ടിലും ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ ഭരണസമിതി വരും. ആ വരുന്ന സമയത്ത് അസ്തിത്വം മറന്ന് അടിമത്വം മനസ്സിലേക്ക് വരാൻ പാടില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് മുസ്ലിം സമുദായം. ഒരു കാര്യം വിഹിതം ചെയ്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ഭൂരിപക്ഷ ഭാഗം നൽകപ്പെടാൻ അർഹതയുള്ളൊരു ജനതയാണ് നമ്മൾ. ആ ഓർമ്മയോടെ സംസാരിക്കാൻ നമ്മൾ കഴിയണം. അല്ലാതെ പാർട്ടിയുടെ നേതാവ് പറയുന്നത് പോലെ ഓച്ചാനിച്ച് കയ്യും കൂപ്പി പോയി നിന്നിട്ട് അടിമ മനോഭാവത്തോടെ നിൽക്കുന്ന മുസ്ലിം അവന്റെ ആ ചിന്താഗതി മാറ്റിക്കൊണ്ട് തൻ്റെ ഇടത്തോടെ ആത്മാഭിമാനത്തോടെ ധീരതയോടെ ജീവിക്കാൻ തയ്യാറാവുക. ഇസ്സത്ത് പടച്ച റബ്ബിന്റെ മുമ്പിലാണ്. അള്ളാഹുവാണ് ഇസ്സത്ത് തരിക. ദുനിയാവിലെ ഒരു ശക്തിയും നമുക്ക് ഇസ്സത്ത് തരൂല. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇസ്സത്ത് തരുമാറാകട്ടെ. അവന്റെ ഭാഗത്തുനിന്നുള്ള വിജയം അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ അഭൗതികമായ സഹായം ലഭിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.